ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളം 7ാം പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പെൻസിലും റബ്ബറൊക്കെ എടുത്തിട്ട് ഓടി വായോ കേട്ടോ. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളിൽ ആ പഠിച്ചു. ആ, ഇ, ഉ, ഊ റു ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയ്ക്ക് ഒരു ചിഹ്നവും ഇല്ലയെന്ന്. പിന്നെ ചിഹ്നം തുടങ്ങുന്നത് ആ വെച്ചിട്ടുള്ള സ്വരങ്ങളിലാണ്. അപ്പോൾ ആയ്ക്ക് ദീർഘം അല്ലേ, ഈ വള്ളി, ഈ ചുരുട്ടിയിട്ടുള്ള വള്ളി, ഊ ഇങ്ങനെ വരച്ച് ഒരു പൂജ്യം, ഊ ഇങ്ങനെ വരയ്ക്കുക പൂജ്യം. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ചിഹ്നം ഇതാണ്, എറുവിൻ്റെ ചിഹ്നമാണ് ഇത്. അപ്പം എല്ലാവരും പേജ് നമ്പർ 81 എടുക്കുക, പാഠം 7 എടുക്കുക. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ക, കൃ ഉണ്ടാ, റിന്റെ ചിഹ്നമാണ് കൃ, ഇതാണ് റിന്റെ ചിഹ്നം. മാ, മൃ, ഋഷി ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്നത് അത് പെൻസിലിന് എഴുതാനുള്ളതാണ് കേട്ടോ. ഋഷി എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസി അല്ലേ. പിന്നെ ഋഷഭം, മൃഗം, കൃഷി, ഇതെന്ത് വെച്ചിട്ടാണ്? ഋന്റെ ചിഹ്നം വെച്ചിട്ടാണ് മൃഗം, കൃഷി. അപ്പൊ നമുക്കൊന്ന് എഴുതി പഠിക്കണ്ടേ? എങ്ങനെയാ? ക എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, വ്യഞ്ജനങ്ങളില് ക. പിന്നെ ക വെച്ചിട്ട് ഋന്റെ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരും അല്ലേ? കൃ. പിന്നെ മാ, മൃ ഉണ്ടോ? ചിഹ്നിട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ഋഷി, എങ്ങനെയാ ഋഷി എന്ന് എഴുതണത്? ഋ എഴുതാ, ഷ, പാ എഴുതി ഇങ്ങനെ എടുത്ത് മോളിൽ കൂടി ഇങ്ങനെ താഴത്തേക്ക് വള്ളി, ഋഷി. ഋഷഭം, ഷ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടാ, ഭ, അം, ഋഷഭം. പിന്നെന്താണ്? മൃഗം, മായ എഴുതാ, റുവിൻ്റെ ചിഹ്നട, ഗായ എഴുതാ, അമ്മ എഴുതാ, മൃഗം. പിന്നെന്താണ്? കൃഷി, കൃ, അത് നമ്മൾ പഠിച്ചില്ലേ? കൃ എഴുതാ, ഷ എഴുതാ, പള്ളിയിട, കൃഷി. അപ്പൊ ഇതിൽ ഷായാണ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ഷായ എങ്ങനെയാ? പായ എഴുതി ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പഠിച്ചതാണ്, നല്ലൊരു ഓർമ്മപ്പെടുത്തല്. അപ്പൊ എന്തൊക്കെയാണെന്ന് വായിച്ചേ. ക, കൃ, മാ, മൃ, ഋഷി, ഋഷഭം, മൃഗം, കൃഷി. എന്താക്ഷര? ഷ. പഠിച്ചില്ലേ? അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എയുടെ ചിഹ്നമാണ്. എക്ക് ചിഹ്നമുണ്ട്. ഇതാണ് എയുടെ ചിഹ്നം. എളുപ്പമല്ലേ എഴുതാനായിട്ട്? ഏതാണ് എയുടെ ചിഹ്നം? ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്താൽ ഇതെന്താണ്? എയുടെ ചിഹ്നം. എ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നേക്കണമെന്ന് നോക്കിയേ. ച, ചേ, കണ്ട എയുടെ ചിഹ്നം വന്നപ്പോൾ എങ്ങനെയാ വായിക്കുക? ചേ, ക, കെ, എലി. എലി നിങ്ങൾക്ക് ഇവിടെ എഴുതാനുള്ളതാണ് കേട്ടാ. പിന്നെ തന്നെയാണ് എരുമ, കെണി, ചെടി. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് എയുടെ ചിഹ്നം. പിന്നെ തന്നേക്കണ ച. ചിഹ്നം കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? ചിഹ്നം എഴുതി എഴുതി കഴിയുമ്പോൾ ചേ, എങ്ങനെയാ വായിക്ക? ചേ. പിന്നെ ഇതെന്താണ്? ക. ചിഹ്നം കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വായിക്ക? കെ. ഉണ്ടോ? പിന്നെ എലീനെ എങ്ങനെ എഴുതും? എ, ലാ എഴുതാ, വള്ളിയിട, എലി, എരുമ. ചിഹ്നവും അക്ഷരങ്ങളൊക്കെ പഠിച്ചാൽ എളുപ്പമല്ലേ നിങ്ങൾക്ക് എഴുതാൻ? എരുമ, എരുമ. പിന്നെന്താണ്? കെണി, ചിഹ്നം വെച്ചിട്ട് കെ, ന, പള്ളി, കെണി.
ചെടി ചേ ഡി ഉണ്ടോ. അപ്പോൾ പാഠം 7 നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് വായിക്കാം. ഈ ചിത്രങ്ങളുടെ പേരെന്താണ്? ഈ ചിത്രത്തിൻ്റെ പേരെന്താണ്? ഋഷി. എല്ലാം 10 പ്രാവശ്യം ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. അതിന് ശേഷം ഡിറ്റേഷൻ എടുക്കുക. അമ്മമാരോട് ഡിറ്റേഷൻ എടുക്കാൻ പറയുക. എന്നിട്ട് നിങ്ങൾ എഴുതുക. അതിൽ തെറ്റിയത് വീണ്ടും എഴുതി പഠിക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പഠിക്കണത്. ഈ ചിത്രം ഏതാണ്? എലി. അപ്പോൾ ഇത് ക റ് വെച്ചിട്ട് ഉള്ള ചിഹ്നം ആദ്യം എഴുതി പഠിക്കണം. ക കൃ മ മൃ. ഋഷി. ഋഷി നിങ്ങൾ എഴുതണം കേട്ടോ. ഋഷഭം, മൃഗം, കൃഷി. പിന്നെ ഇതെന്താണ്? എ വെച്ചിട്ട് എയുടെ ചിഹ്നമാണ് ഇത്. ച ചേ ക കെ എലി. എലി നിങ്ങൾ എല്ലാവരും പെൻസിൽ വെച്ച് എഴുതാൻ പാടുള്ളൂ കേട്ടോ. എരുമ, കെണി, ചെടി. പഠിച്ചില്ലേ? അപ്പം എന്താ നമ്മൾ പഠിച്ചത്? നന്നായിട്ട് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, പറഞ്ഞ് പഠിക്കുക. എല്ലാവരും മിടുക്കരായിട്ട് ഇരിക്കുക. എല്ലാവർക്കും ടീച്ചർ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.